ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും ഫാമിലിയൊക്കെ കൂടി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. പുറത്ത് തിരിച്ചിറങ്ങിയ സമയത്ത് ആരതി സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ സിദ്ധു തമാശയായിട്ട് പറയാണ് ചന്ദ്രികയുടെ അടുത്ത് നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന്. അത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. കേട്ടില്ലേ ചന്ദ്രിക, നിൻ്റെ ഇടയ്ക്ക് നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്നാണ് എൻ്റെ ഏട്ടൻ പ്രാർത്ഥിച്ചത്. അപ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മഹേഷ് ഇവരെല്ലാവരെയും അവിടെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു. ഇവർ സംസാരിച്ച് നിൽക്കുന്നത് മഹേഷ് ദൂരത്ത് നിന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജാനകി ആരതിയോട് പറയുന്നുണ്ട് സിദ്ധു പ്രാർത്ഥിച്ചത് സത്യം തന്നെയാണ്. കാരണം അവൻ തോന്നിയ നേരത്ത് വീട്ടിലേക്ക് വരുന്നതായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. ഇനി ചന്ദ്രികയോട് ചോദിച്ചിട്ട് വേണം സിദ്ധു എന്ത് കാര്യവും ചെയ്യാൻ. അത് കേട്ടതും എല്ലാവരും ചിരിക്കുന്നുണ്ട്. സിദ്ധു, അമ്മ വരെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നീ ജീവിത അവസാനം വരെ ചന്ദ്രികയുടെ അടിമയായിട്ടിരുന്നോ, അല്ലാതെ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന്. അതൊക്കെ മഹേഷ് ദൂരത്ത് നിന്ന് കേൾക്കുന്ന സമയത്ത് മഹേഷിനിങ്ങനെ കലി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രനും സിദ്ധുവിനെ സമാധാനിപ്പിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മാത്രമല്ല സിദ്ധു, എല്ലാ ആണുങ്ങളുടെയും കാര്യം ഇതുതന്നെയാണ്. അപ്പം ലക്ഷ്മി ഒന്ന് കൂർപ്പിച്ച് നോക്കുവാണ് മഹേന്ദ്രനെ. ചന്ദ്രിക ആശ്ചര്യത്തിൽ അച്ഛനെ നോക്കുകയാണ്. ആരതി അവളുടെ ഭർത്താവായിട്ടുള്ള ആകാശിനെയും. അപ്പോൾ സിദ്ധു സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അതെന്താ മാമൻ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ മാമനും അമ്മായിയുടെ അടിമയാണോ? അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ശബ്ദം താഴ്ത്തിയിട്ട് സിദ്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അയ്യോ, അത് അവളുടെ മുന്നിലുള്ളപ്പോൾ തന്നെയാണോ ചോദിക്കേണ്ടത് എന്നപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഏട്ടനെ അടിമയായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അല്ലാതെ സത്യമല്ലേ ലക്ഷ്മി? അത് കേട്ടതും ബാക്കി എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. ലക്ഷ്മിക്ക് വല്ലാത്ത നാണക്കേട് തോന്നിയിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് എന്താ ഏട്ടാ ഇങ്ങനെ പറയുന്നത്? അപ്പോഴാണ് മഹേന്ദ്രൻ പറയുന്നത് നിൻ്റെ സ്നേഹം കൊണ്ട് നീ എന്നെ അടിമയാക്കി വെച്ചിരിക്കുകയല്ലേ. ഓഹോഹോ, അങ്ങനെ എല്ലാവരും അത് കേട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിക്കും സമാധാനമാവുന്നുണ്ട്. ഇവരുടെ ആ ഫാമിലിയുടെ സന്തോഷവും പൊട്ടിച്ചിരിയും ഒക്കെ നോക്കിയിട്ട് ദേഷ്യത്തോടെ മാറി നിന്ന് കാണുകയാണ് മഹേഷ്. ലക്ഷ്മിക്കും അപ്പോഴാണ് സമാധാനമായത്. ഓ ശരി ശരി, ഇപ്പോഴാണ് മനസ്സിലായത്. കുഴപ്പമില്ല, അവർ സന്തോഷത്തോടെ പറയുകയാണ്. വീണ്ടും അവർ ഓരോരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. മലറിനെയാണെങ്കിൽ സ്നേഹത്തോടെ ജാനകി ചേർത്ത് പിടിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മഹേഷ് ഇങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ് ഹേയ് സിദ്ധാർത്ഥ്, എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടിയെയും എന്നിൽ നിന്നും വേർപിരിച്ചതും പോരാഞ്ഞേ നീ അവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയും എൻ്റെ ഭാര്യയെ നിനക്ക് കല്യാണം കഴിക്കാമെന്നാണോ നീ വിചാരിക്കുന്നത്? അതിന് നീ ജീവനോടെ ഉണ്ടാവണ്ടേ? നീ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവളുടെ കഴുത്തിൽ നിനക്ക് താലി കെട്ടാൻ സാധിക്കുള്ളൂ. നീ ഇനി ജീവനോടെ ഉണ്ടാവുമോ എന്ന് നീ നോക്കിക്കോ. സിദ്ധാർത്ഥിനെ തന്നെ നോക്കിക്കൊണ്ടാണ് മഹേഷ് ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരെയും അവൻ്റെ ശ്രദ്ധയിൽ പോലും പെടുന്നില്ല. അവൻ്റെ മനസ്സ് നിറയെ സിദ്ധാർത്ഥിനോടുള്ള പകയും വെറുപ്പുമാണ്. പക്ഷേ ചന്ദ്രികയാണ് അത് ആദ്യം തന്നെ കാണുന്നത്. കുറച്ച് ദൂരത്തോട്ടായിട്ട് മഹേഷ് തങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. തങ്ങളെയല്ല, പ്രത്യേകിച്ച് സിദ്ധാർത്ഥിനെ. അപ്പോൾ അവളുടെ മുഖത്ത് ആകം തന്നെ ഭാവം മാറിയിരിക്കുകയാണ്. അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് മഹേഷ് എന്തിനാ സിദ്ധു സാറിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത്? മഹേഷിൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് വല്ലാത്ത ഭയവും അതുപോലെ തന്നെ അവൾക്ക് മഹേഷിനെ പൂർണ്ണമായിട്ടും അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ചിന്തിക്കുന്നുണ്ട് മഹേഷിൻ്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. കാരണം അവൻ്റെ മനസ്സ് നിറയെ ആ പകയുള്ളത് അവൻ്റെ കണ്ണുകളിൽ കൂടിയും നോട്ടത്തിൽ കൂടിയും തന്നെ ചന്ദ്രികയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവരുടെ ഇടയിൽ നിന്ന് തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ചന്ദ്രിക മാത്രം ആ ഒരു കൂടെയാണ് ഉള്ളതെങ്കിലും അവിടെ സംസാരിക്കുന്നതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സിദ്ധു ചോദിക്കുന്നുണ്ട് ചന്ദ്രിക, നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല. ഒരുപാട് നേരം സിദ്ധുവിനെ നോക്കിയതിന് ശേഷം മഹേഷ് വേഗം തന്നെ ഓട്ടോ എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രിക പിന്നീട് നോക്കുന്ന സമയത്ത് മഹേഷിനെ അവിടെ കാണുന്നില്ല. അവൻ ഓട്ടോവും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് വാ എല്ലാവർക്കും ക്ഷേത്രത്തിലൊന്നും വലം വെച്ചിട്ട് വരാം. എന്നാൽ ചന്ദ്രികയാണെങ്കിൽ അവസാനം പേടിച്ചിട്ടാണ് അവിടെ നിന്നും ക്ഷേത്രത്തിൽ വലം വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അവളുടെ മനസ്സ് നിറയെ മഹേഷ് സിദ്ധുവിനെ നോക്കിയ നോട്ടം തന്നെയായിരുന്നു. അതേസമയം മേഘയുടെ വീട്ടിലാണെങ്കിൽ അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എന്തൊക്കെയോ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് മേഘയോട് ചോദിക്കുന്നുണ്ട് അല്ല മേഘ, ഇപ്പോൾ മനീഷ് എവിടെയാണുള്ളത്? അത് കേട്ടതും മേഘ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പം എന്തിനാ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. മേഘ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ പറയാണ് അവനിപ്പോൾ UK ഉള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അരിയും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കയ്യിൽ പണമില്ല. വീട്ടിൽ ചെറിയൊരു കുട്ടി കൂടി ഉള്ളതല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നീ മനീഷിനെ ഫോൺ ചെയ്ത് കുറച്ച് പണം അയക്കാൻ പറയുമോ മോളെ? അത് കേട്ടതും മേഘയുടെ മുഖത്തൊരു ദേഷ്യം നിറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? മനീഷിനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പണത്തിന് ചോദിക്കണമെന്നോ? എന്തിനാ മേഘ നീ ഇങ്ങനെ ചാടിക്കടിക്കുന്നത്? മനീഷ് എന്ന് പറഞ്ഞാൽ നിനക്കെന്താ അന്യനാണോ? നിൻ്റെ ഭർത്താവല്ലേ, നിൻ്റെ കുട്ടിയുടെ അച്ഛനല്ലേ. അവനോട് പണം ചോദിച്ചെന്ന് വിചാരിച്ച് എന്താ തെറ്റ്? എന്താ പറഞ്ഞത്? മനീഷ് എൻ്റെ ഭർത്താവാണെന്നോ?
ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനീഷ് വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നെ പ്രണയത്തിൽ കൊണ്ടെത്തിച്ചതാണ്. ഞാനാണെങ്കിൽ അവൻ വലിയ റോയൽ ഫാമിലിയിലാണെന്ന് കരുതിയിട്ട് അവനെ പ്രണയിക്കാനും തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവനൊന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരുത്തനായിരുന്നെന്ന്. എൻ്റെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തന്നെ അവനാണ് മുത്തശ്ശി. അവൻ പറഞ്ഞതുപോലെ വലിയ കോടീശ്വരനായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ അവനെ വിട്ടിട്ട് പോകുന്നത്? ഇതെന്താ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മുത്തശ്ശി വിചാരിക്കുന്നത്. എന്നെ പറ്റിച്ചിട്ട് പോയ മനീഷിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രിയയെ പോലും ആരും അറിയിക്കാതെ ഹോമിൽ വളർത്തിയത്. സിദ്ധാർത്ഥിനെ വിവാഹം ചെയ്ത് ഞാൻ ആഗ്രഹിച്ച ജീവിതം ജീവിക്കണമെന്ന് വിചാരിച്ചത്. ഞാൻ മനീഷിൻ്റെ കൂടെ ചേർന്ന് വീണ്ടും ജീവിതം സീറോയിൽ നിന്നും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശിക്ക് ഇപ്പോൾ കുറച്ചുകൂടി പക്വതയും വിവരവും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ, ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിട്ടിയ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് മോളെ നല്ലത്. ഞാൻ ഒരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് 2 ക്വാളിറ്റീസാണ് അവന് വേണ്ടത്. ഒന്ന്, അവൻ പണക്കാരനായിരിക്കണം. മറ്റൊന്ന്, അവൻ എൻ്റെ അടുത്ത് എപ്പോഴും സത്യസന്ധനായിരിക്കണം. ഇതിലുള്ള 2 ക്വാളിറ്റീസും മനീഷിനില്ല. നിന്നെ പ്രണയിക്കാൻ വേണ്ടി അവൻ എന്തോ കള്ളം പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ മോശക്കാരാണെന്ന് പറയല്ലേ മോളെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ പ്രണയിക്കാൻ വേണ്ടി കള്ളം പറയുന്നവൻ മോശക്കാരൻ തന്നെയാണ്. ഇനി അവനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. മേഘ, ഞാൻ പറയുന്നത് കൊണ്ട് നീ തെറ്റിദ്ധരിക്കേണ്ട. എത്ര കാലം നമ്മൾ ഇതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി പോകുന്നു? ഇങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചാലും വേണ്ടില്ല. മനീഷിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സഹായം ചോദിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. മേഘ ദേഷ്യത്തോടെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ ഇവളെ വിശ്വസിച്ചിട്ട് ഇവൾ മുഖാന്തരം നേടാമെന്ന് കരുതിയത് ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു ആ വീട്ടിൽ നിന്നും. അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ പുറത്തെത്തിയിട്ട് ചെരുപ്പണിയുന്ന സമയത്ത് തന്നെ അവൾക്ക് എന്തോ ഒരു വൊമിറ്റിങ്ങിൻ്റെ ഫീൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അതിനു മുന്നേ തന്നെ അവൾ ഒരുപാട് ഛർദ്ദിക്കുകയാണ്. അവളുടെ ഛർദ്ദിയുടെ ശബ്ദം കേട്ടപ്പോൾ മുത്തശ്ശി അകത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? എന്നിട്ട് മേഘയുടെ ശബ്ദമൊന്നും കേൾക്കാത്തപ്പോൾ അവർ വീണ്ടും പുറത്തേക്ക് വന്ന് നോക്കുവാണ്. എന്താ മേഘ, എന്താ പറ്റിയത്? അവളെ തലോടിക്കൊണ്ട് അവർ ചോദിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല മുത്തശ്ശി, 2-3 ദിവസമായിട്ട് ഇതുപോലെ തന്നെ വല്ലാതെ ഛർദ്ദിക്കുകയാണ്. ഏതോ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കഴിച്ച ഭക്ഷണം തന്നെയല്ലേ നീയും കഴിച്ചത്? പിന്നെ നിനക്ക് മാത്രം എന്താ ഛർദ്ദി വരാൻ കാരണം? മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല. മേഘ ഛർദ്ദിച്ചിട്ട് ആകെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മനോഹരൻ അങ്ങോട്ടേക്ക് വരികയാണ്. മേഘ ചേച്ചി, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കാര്യം അറിയാമോ? എന്താ മാമ? സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചു കഴിഞ്ഞു. അത് കേട്ട സമയത്ത് മേഘ വല്ലാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം പല വിധത്തിൽ ശ്രമിച്ചതാണ് ചന്ദ്രികയുടെ സിദ്ധാർത്ഥിൻ്റെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ആദ്യത്തെ ക്ഷണക്കത്ത് കൊണ്ടുപോയിട്ട് അവർ പൂജിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ക്ഷണക്കത്ത് വെച്ചിട്ട് അവർ കല്യാണം വിളിക്കാനും ആരംഭിച്ചു. ഇനി 10 ദിവസം കൂടിയേ കല്യാണത്തിനുള്ളൂ. അതുകൂടി കേട്ടതോടെ മേഘ ആകെ ഒന്നുകൂടെ ഞെട്ടുകയാണ്. സിദ്ധാർത്ഥിൻ്റെ കൂടെയുള്ള ജീവിതം മേഘ അത്രയധികം ആഗ്രഹിച്ചതാണ്. അതിപ്പോൾ 10 ദിവസം കൊണ്ട് ചന്ദ്രികയ്ക്ക് കിട്ടാൻ പോകുന്നു. ചന്ദ്രികയാണെങ്കിൽ നമ്പർ 1 ശത്രുവും. പക്ഷേ മുത്തശ്ശിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. അവർ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ, ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം മുടക്കാൻ നീ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ ചെയ്തതൊന്നും വിജയിച്ചതുമില്ല. ഇപ്പോൾ അവരുടെ കല്യാണവും ആയി. അവസാനം അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആവാനും പോകുന്നു. കല്യാണത്തിന് ഇനി 10 ദിവസം കൂടിയില്ലേ? ഉണ്ട്. 10 ദിവസം കൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മേഘ വീണ്ടും അടുത്തൊരു വാക്ക് കൊടുക്കുകയാണ്. മേഘയുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായി. അപ്പം തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ, വീണ്ടും സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരോ മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് വെറുതെ നാണം കെടാൻ നിൽക്കേണ്ട. മര്യാദയ്ക്ക് നിർത്തിക്കോ. മതി നിൻ്റെ ഓരോരോ പൊട്ടത്തരങ്ങൾ. ഇതൊക്കെ ചെയ്തിട്ട് നിനക്കെന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് അതുപോലും ഇല്ല. ഇത്രയും കാലം നീ എന്തൊക്കെ ചെയ്ത്? എന്നിട്ട് എൻ്റെ അറിവിൽ നിനക്കൊരു ഉപകാരം ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഇനി നീ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണ്ട. അതെ, മനോഹരനും അതുതന്നെയാണ് പറയുന്നത്. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാൻ ഞാനെന്താ പൊട്ടയാണോ? എൻ്റെ ബിസിനസ് അവൾ കയ്യേറി. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട് ഇതുപോലൊരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. അങ്ങനെയുള്ള ഒരുത്തി ഞാൻ ആഗ്രഹിച്ച ജീവിതം കൂടി അവൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. അവളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങളാരും കരുതണ്ട. പക്ഷെ മേഘയുടെ ആ ഒരു വർത്തമാനം കേട്ടിട്ട് മുത്തശ്ശിക്ക് മനോഹരന് വലിയ ഭാവ മാറ്റമൊന്നുമില്ല. കാരണം എപ്പോഴും അവൾ ഇതുപോലെ വീമ്പ് പറയുന്നതാണ്. ചന്ദ്രികയ്ക്ക് വേണമെങ്കിൽ ബിസിനസ്സിൽ എന്നെ ജയിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ
അവൾക്കൊരിക്കലും എന്നെ ജയിക്കാൻ പറ്റില്ല. മേഘ വീണ്ടും വീമ്പ് പറയുകയാണ്. ഇവക്ക് വീണ്ടും വട്ട് തന്നെയാണെന്ന് മനോഹരം മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ മേഘ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അവളെയും സിദ്ധാർത്ഥിനെയും ചേർന്ന് ജീവിക്കാൻ അനുവദിക്കില്ല. ഈ കല്യാണം ഞാൻ എങ്ങനെയാണ് മുടക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മേഘ അവിടെ നിന്നും ദേഷ്യത്തോടെ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി എന്തായാലും ചേച്ചിയുടെ തുണിയും മണിയും കിണിയൊക്കെ എടുത്ത് കെട്ടിവെച്ചോ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്തായാലും മേഘ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൊട്ട വേലത്തരെ ഒപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അവസാനം മേഘയാണ് അത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് ആ വീട്ടിലുള്ള ആൾക്കാർ ഈ വീട്ടിൽ നമ്മളെ താമസിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ നമ്മളായിട്ട് തന്നെ ആദ്യമേ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണല്ലോ നല്ലത്. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ആദ്യമേ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവായിരുന്നു. മനോഹരം പറഞ്ഞത് ശരിയാണെന്ന് മുത്തശ്ശിക്കും തോന്നുന്നുണ്ടായിരുന്നു മേഘയുടെ ഓരോരോ സംസാരം കേൾക്കുമ്പോൾ. പക്ഷേ അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. മനോഹര, ഈ വീട് കൂടി വിട്ടു പോവുകയാണെങ്കിൽ നമ്മളിനി നടുത്തെരുവിൽ പോയി നിൽക്കേണ്ടി വരും. മറ്റെവിടേക്കാണ് നമ്മൾ പോവുക? പക്ഷേ ചേച്ചി, ജയിലിൽ പോയിട്ട് നന്നായിട്ട് അടി വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാം. പിന്നീട് ചന്ദ്രികയുടെ വീട്ടിലെ പൂജാമുറിയാണ് കാണിക്കുന്നത്. ചന്ദ്രികയും മഹേന്ദ്രനും ലക്ഷ്മിയും കൂടി പൂജാമുറിയിൽ നിന്നിട്ട് പ്രാർത്ഥനയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ്. ആ സമയത്ത് ജാനകിയും സിദ്ധുവും ആരതിയും ആകാശവും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ചേർന്നിട്ട് അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാനകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തട്ടെടുക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രന് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടാ ഇത് പയ്യൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ക്ഷണക്കത്താണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ച് നീട്ടുവാണ്. രണ്ടുപേരും ചേർന്നിട്ട് അത് വാങ്ങിക്കുകയാണ്. ആദ്യത്തെ ക്ഷണക്കത്ത് അവർക്കാണെന്ന് ജാനകി പറയുന്നുണ്ട്. അത് വാങ്ങി വെച്ചതിന് ശേഷം മഹേന്ദ്രനും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തട്ടെടുത്തിട്ട് ജാനകിക്ക് കൊടുക്കുകയാണ് രണ്ടുപേരും ചേർന്നിട്ട്. ജാനകി, ഞങ്ങളുടെയും സമ്പ്രദായപ്രകാരം ആദ്യത്തെ ക്ഷണക്കത്ത് നിനക്ക് തന്നുകൊണ്ട് ഞങ്ങൾ തുടങ്ങുവാണ്. സിദ്ധുവും ചന്ദ്രികയും സന്തോഷത്തോടു കൂടി പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് സിദ്ധു കണ്ണുകൾ കൊണ്ട് ചന്ദ്രികയുടെ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആരതി മാറി നിന്ന് വാച്ച് ചെയ്യാണ്. അതുമാത്രമല്ല അവളുടെ വക കൗണ്ടർ അടിക്കുന്നുമുണ്ട്. കല്യാണ പെണ്ണിൻ്റെ മുഖത്ത് ചെറുതായിട്ട് നാണമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. ചന്ദ്രികയ്ക്ക് വേണ്ടി സിദ്ധാർത്ഥാണ് സംസാരിക്കുന്നത്. പിന്നെ നിന്നെപ്പോലെയാണ് ചന്ദ്രികയും എന്നാണോ നീ കരുതിയത്? അവൾക്കൊരു പെണ്ണിന് വേണ്ട നാണം, അഭിമാനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് കേട്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ആരതിയെ കളിയാക്കിക്കൊണ്ട്. ഓ, അപ്പം എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ അടുത്ത് പെണ്ണിന് വേണ്ടുന്ന ഒന്നും ഇല്ലെന്നാണോ? ആ, നിൻ്റെ അടുത്ത് ഇല്ലയെന്നാരാ പറഞ്ഞത്? അപ്പോഴാണ് ആരതിക്ക് സമാധാനമായത്. നിൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യമുണ്ട്, ഒരു പെണ്ണിന് വേണ്ടുന്ന അഹങ്കാരം മാത്രമുണ്ട്. സിദ്ധു ആരതിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ് ആരതിയെ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, അമ്മ നോക്കമ്മ, സിദ്ധു ഇങ്ങനെ ഓരോന്ന് പറയാൻ എന്നെ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലക്കൊരു കിഴുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആകാശം പറയുന്നുണ്ട്, സിദ്ധു അളിയൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അയ്യോ, സാറ് കൂടി അവന് സപ്പോർട്ടാണോ എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ ചെവിക്ക് കിഴുക്കുകയാണ് ആരതി. അപ്പോൾ ജാനകി രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഇന്നു മുതൽ മറ്റുള്ള എല്ലാവർക്കും കല്യാണ ക്ഷണക്കത്ത് കൊടുത്തു തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും ആരംഭിച്ചോളും. നല്ല രീതിക്ക് എല്ലാം നടക്കട്ടെ എന്ന് അവർ പരസ്പരം പറയാണ്. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെ ജാനകിയും പ്രാർത്ഥനയോടെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കഴിയുന്നത് വരെ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. നീ വേവലാതിപ്പെടേണ്ട, ഒന്നും സംഭവിക്കില്ല, നല്ല രീതിക്ക് തന്നെ നടക്കും മഹേന്ദ്രൻ പറയാണ്. അപ്പോഴേക്കും ചന്ദ്രിക വേഗം ജാനകിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മായി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ചന്ദ്രിക, പറഞ്ഞോളൂ. അമ്മായി, ഞങ്ങളുടെ കല്യാണത്തിന് വാസുമാമനും വേണമെന്ന് എൻ്റെ ആഗ്രഹം. അത് കേട്ടതും ജാനകിയുടെ മുഖത്ത് ദേഷ്യം നിറയാണ്. ജാനകിയുടെ മാത്രമല്ല, അവിടെ കൂടി നിന്ന് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ജാനകി അമ്മായി പെർമിഷൻ തന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു ചന്ദ്രിക പറഞ്ഞ കാര്യത്തിനോട്. പക്ഷേ ജാനകി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ചന്ദ്രിക. എനിക്ക് അയാളെ കാണുമ്പോൾ എന്നോട് ചെയ്ത ദ്രോഹമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ മുഖം കാണുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിനക്ക് അയാൾ ഈ കല്യാണത്തിന് പങ്കുചേരണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതിന് തടസ്സം പറയുന്നില്ല. ജാനകി അത്ര പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിനും ആരതിക്കും കുറച്ചൊരു സമാധാനമായി. പക്ഷേ മഹേന്ദ്രനും ലക്ഷ്മിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിനക്ക് അദ്ദേഹത്തെ കല്യാണത്തിന് വിളിക്കണമെങ്കിൽ നിങ്ങളുടെ കല്യാണ ക്ഷണക്കത്തിൽ അദ്ദേഹത്തെ വിളിച്ചോളൂ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ കൺമുന്നിൽ പോലും അയാൾ വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ ജന്മത്ത് അയാൾ എൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതും പറഞ്ഞിട്ട് ജാനകി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അമ്മ, ആരത് പിന്നീന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ജാനകി തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. അതേസമയം മേഘയുടെ വീട്ടിലാണെങ്കിൽ മനോഹരം വിശന്ന് വലഞ്ഞു വന്നിരിക്കുകയാണ്. ചേച്ചി എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്.
ആടാ എടുത്തു തരാം, എപ്പോൾ നോക്കിയാലും വിശപ്പ് വിശപ്പ് എന്ന് മാത്രമേ അവനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭക്ഷണമൊക്കെ എടുത്ത് മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം മനോഹരൻ നോക്കുന്ന സമയത്ത് പഴങ്കഞ്ഞിയും അതുപോലെ ഉണക്കമീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അയാളിങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറയുകയാണ്, ഇതെന്താ ചെറിയുള്ളി, ഉണക്കമീൻ, പഴങ്കഞ്ഞി, ഇതെന്താ ചേച്ചി ചോറില്ലേ? എനിക്ക് കുറച്ച് ചോറ് കഴിക്കാൻ വേണമെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അയാൾ പരിഭവത്തോടെ പറയാണ്, പിന്നെ നീ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണം ഇവിടെ നിറയുന്നത് കാരണം നിനക്ക് എന്താ തരണ്ടേന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. കിട്ടിയത് കഴിച്ച് പോവാൻ നോക്കടാ. അവന് ഇതൊന്നും പോരത്രേ, അവന് ചോറ് വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവാൻ നോക്ക്. അവർ ഭക്ഷണം എടുത്ത് കൊണ്ടുപോകാൻ നോക്കിയപ്പോഴേക്കും ചേച്ചി അയ്യോ, ഒരു കാര്യം പറയുമ്പോഴേക്കും അപ്പോഴേക്കും എടുത്തു കൊണ്ടുപോവുകയാണോ? എന്നിട്ട് ഇളിച്ചുകൊണ്ട് പറയാണ്, ചേച്ചി ഇപ്പോൾ പഴങ്കഞ്ഞിയും ഈ ചെറിയ ഉള്ളിയൊക്കെയാണ് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും കൊടുക്കുന്നത്. എന്നിട്ട് അവരാണെങ്കിൽ അത് കൊടുത്തിട്ട് 2000 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അത് നീ പറഞ്ഞത് ശരിയാണ്. പണ്ട് കാലത്തൊക്കെ പഴയ ചോറ് തിന്നുന്ന ആൾക്കാർ പാവപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ പഴഞ്ചോറ് തിന്നുന്ന ആൾക്കാരൊക്കെ വലിയ പണക്കാരാണ്. ഇതിനെയാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത്. ചേച്ചി പറഞ്ഞത് ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് മനോഹരൻ വാരി വാരി കഴിക്കുകയാണ്. പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ട് മനോഹരൻ്റെ വക ഡയലോഗും ഉണ്ടായിരുന്നു, ചേച്ചി ഈ പഴങ്കഞ്ഞിയും ഉണക്കമീനും കഴിക്കുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല. എടാ ആ ചെറിയുള്ളി കൂടി കൂട്ടി കഴിക്ക്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. ഇതിപ്പോൾ തന്നെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതെടുത്ത് കഴിക്കുകയാണ്. ആഹാ, എന്താ സുഖം! മനോഹരൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് ചേച്ചി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹരനാണെങ്കിൽ കഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഭക്ഷണത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ട് സന്തോഷത്തോടു കൂടി അവരവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.